നമസ്കാരം. എക്സിറ്റ് ഫലങ്ങൾക്ക് ചെവി കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിൽ താമര വിരിഞ്ഞു. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സജി ദേവി. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 293 സീറ്റുമായി NDA കേവല ഭൂരിപക്ഷം കടന്നു. INDA മുന്നണിക്ക് 232 സീറ്റിൽ മുൻതൂക്കം. ദക്ഷിണേന്ത്യയിൽ ഇത്തവണയും BJPക്ക് വൻ നേട്ടമില്ല. സംസ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ BJP ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു. ചരിത്രം കുറിച്ച് തൃശൂർ. കെ മുരളീധരൻ 3ാം സ്ഥാനത്ത്. ലീഡുകൾ മാറിമറിഞ്ഞ തിരുവനന്തപുരത്ത് ശശി തരൂർ വീണ്ടും വിജയത്തിലേക്ക്. ആറ്റിങ്ങലിലെ ക്ലൈമാക്സ് അവസാന നിമിഷവും തുടരുന്നു. വിജയം ഉറപ്പിച്ച അടൂർ പ്രകാശിന്റെ ലീഡ് നില കുറഞ്ഞു. പോസ്റ്റൽ വോട്ടുകളിൽ റീകൌണ്ടിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പൊതുജനാഭിപ്രായം വിനയപൂർവ്വം സ്വീകരിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ധാർമ്മികമായും രാഷ്ട്രീയമായും BJPക്ക് വൻ പരാജയമേറ്റതായും ഖാർഗെ. ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടി സകലരെയും ഞെട്ടിച്ച സംഖ്യാബലത്തിൽ ഒന്നാമൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് മുന്നേറ്റം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം മുന്നിൽ. 16ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ 294 സീറ്റുകളിൽ NDA മുന്നിലാണ്. INDA സഖ്യം 231 സീറ്റുകളിൽ മുന്നിലാണ്. ഫലം പ്രഖ്യാപിച്ച 124 സീറ്റുകളിൽ 73 BJPയും 33 കോൺഗ്രസും നേടി. BJP 168 സീറ്റുകളിലും കോൺഗ്രസ് 65 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. സമാജ്വാദി പാർട്ടി 36 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 27 സീറ്റുകളിലും DMK 22 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ജനതാദൾ U 12 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഫലം പ്രഖ്യാപിച്ച സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി 3ഉം തൃണമൂൽ കോൺഗ്രസ്, CPIM, ജനതാദൾ S എന്നിവർ 2 വീതവും സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഡൽഹിയിലെ 7 സീറ്റുകളിലും BJP ലീഡ് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരാണസി മണ്ഡലത്തിൽ നിന്ന് 1,52,513 വോട്ടുകൾക്ക് വിജയിച്ചു. എതിർ സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അജയ് റായിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഗാന്ധിനഗറിലെ BJP സ്ഥാനാർത്ഥിയുമായ അമിത് ഷാ 7,44,716 വോട്ടുകൾക്ക് വിജയിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 3,64,422 വോട്ടുകൾക്ക് വിജയിച്ചു. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിലും മത്സരിച്ച രാഹുൽ ഗാന്ധി അവിടെ 4 ലക്ഷത്തോളം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ 1,82,357 വോട്ടുകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹരിയാനയിലെ സിർസ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കുമാരി ഷെൽജ 2,68,497 വോട്ടുകൾക്ക് വിജയിച്ചു. കർണാടകയിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനതാദൾ എസിലെ HD കുമാരസ്വാമി 2,84,620 വോട്ടുകൾക്ക് വിജയിച്ചു. ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ നിന്ന് സമാജ്വാദി പാർട്ടിയിലെ ഡിംപിൾ യാദവ് 2,21,639 വോട്ടുകൾക്ക് വിജയിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു, ബസവരാജ് ബൊമ്മെ, പ്രഹ്ലാദ് ജോഷി, ഭഗൻ സിംഗ് കുലസ്കെ, അർജുൻ റാം മേഘ്വാൾ, ജ്യോതിരാദിത്യ സിന്ധ്യ, കങ്കണ റണാവത്ത്, സുരേഷ് ഗോപി തുടങ്ങിയവരാണ് BJPയിൽ നിന്ന് ജയിച്ച മറ്റ് പ്രമുഖർ. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട, സ്മൃതി ഇറാനി എന്നിവർ പരാജയപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF ആധിപത്യം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഫലപ്രഖ്യാപനം വന്ന 12 സീറ്റുകളിൽ 9 കോൺഗ്രസും 1 RSPയും നേടി. LDFും BJPയും ഓരോ സീറ്റുകൾ വീതം നേടി. 5 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. 2 സീറ്റുകളിൽ UDF ഘടകകക്ഷികളായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ BJPയിലെ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാ MP എന്ന ചരിത്ര നേട്ടത്തിനാണ് ഇതോടെ സുരേഷ് ഗോപി അർഹനായത്. CPIയിലെ VS സുനിൽകുമാറിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 3,64,422 വോട്ടുകൾക്ക് വിജയിച്ചു. വടകരയിൽ ഷാഫി പറമ്പിൽ 1,14,506 വോട്ടുകൾക്ക് വിജയിച്ചു. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാൽ
63,513 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ ശശി തരൂർ 16,077 വോട്ടുകൾക്ക് വിജയിച്ചു. എറണാകുളത്ത് ഹൈബി ഈഡൻ 2,50,385 വോട്ടുകൾക്ക് വിജയിച്ചു. ചാലക്കുടിയിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാൻ 63,754 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ MK രാഘവൻ 1,46,176 വോട്ടുകൾക്ക് വിജയിച്ചു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 1,33,727 വോട്ടുകൾക്കാണ് വിജയിച്ചത്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് 10,868 വോട്ടുകൾക്ക് വിജയിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് CPIM സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ രാധാകൃഷ്ണൻ മാത്രമാണ് LDFിൽ നിന്നും വിജയിച്ചത്. 20,111 വോട്ടുകൾക്കാണ് അദ്ദേഹം കോൺഗ്രസിലെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ജനങ്ങളുടെ അനുഗ്രഹമാണെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിനയ ജീവിതം തുടരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയ അനുഗ്രഹമാണ്, വിജയമേ അല്ല. എന്നെ സംബന്ധിച്ച് ഇത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിച്ചു. ഈ വിജയം ആർക്കാണ് സമർപ്പിക്കുന്നത്? ഒരുപാട് പേരുണ്ട്. 800 ചില്ലുവാനം രക്തസാക്ഷി കുടുംബങ്ങളുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥന, സ്വപ്നം, അവരുടെയൊക്കെ അകമഴിഞ്ഞ ഒരു ആർത്തിയായിരുന്നു. അത് സഫലീകരിച്ചിരിക്കുന്നു. മൂന്നേട്ടനെയും മാരാർജിയെയും പോലുള്ള ആൾക്കാർ ഇതിവിടെ വന്ന് ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ച ഭാസ്കർ റാവുജി, അദ്ദേഹത്തിന്റെ പേരിലാണ് ഭാസ്കരീയ എറണാകുളത്ത്. ഇവർക്കെല്ലാം ഉള്ള ട്രിബ്യൂട്ടാണ്. എന്റെ അപ്പനും അമ്മമ്മയും 30കളിൽ പണിയെടുത്ത ആൾക്കാർ. ഹാർഡ് വർക്ക് എന്ന് പറയുന്നതിന്റെ ഒരു വലിയ വിജയമല്ലേ? ഹാർഡ് വർക്ക് ഇന്നവേറ്റബിൾ അല്ലേ? സുരേഷ് എന്ന് വെച്ചാൽ എല്ലാ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അത് തൃശ്ശൂർ മാത്രമല്ല, അതിന്റെ ഒരു വലിയ ജനങ്ങളുടെ വലിയ പ്രാർത്ഥനയായിരുന്നു. ശരിക്കും ജനങ്ങൾ വലിയ മര്യാദ നൽകി, പറയാതിരിക്കാൻ വയ്യ. അതൊരു തമാശ രൂപത്തിൽ പറയുന്നതല്ല, എനിക്ക് തന്നെ തോന്നുന്നു കുറച്ച് കൂടിപ്പോയി. അത്രയും വലിയ ആദരവാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ഈ മുന്നോട്ടുള്ള പോക്കിൽ എന്തൊക്കെയാണ് കേരളത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയും ഞാൻ ശ്രമിക്കും. അതിലേറെ ഭാഗവും സാധ്യമാക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം കൂടെ, സിനിമ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? സിനിമയൊക്കെ ഉണ്ടാവും. ഞാൻ കാശും ഉണ്ടാക്കും, അതിൽ നിന്ന് കുറച്ച് കാശ് പാവങ്ങൾക്കും കൊടുക്കും. അതൊക്കെ അങ്ങനെ തുടരും. താങ്ക് യു. കേരളത്തിൽ അക്കൗണ്ട് തുറന്നതിന്റെ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. തലസ്ഥാന നഗരത്തിലും ആഘോഷം തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചന്തു S. നായർ ചേരുന്നു. ചന്തു, എന്താണ് അണികളുടെ ആഹ്ലാദ തിമിർപ്പ്? അത്യന്തം ആവേശകരമായ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച സുരേഷ് ഗോപിക്ക് ആവേശകരമായ ഒരു സ്വീകരണമാണ് ഇപ്പം അല്പസമയത്ത് മുമ്പ് മാരാർജി ഭവനിൽ, അതായത് BJPയുടെ സംസ്ഥാന ആസ്ഥാന കേന്ദ്രത്തിൽ നൽകിയത്. പടക്കവും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിനെ വെല്ലുന്ന പടക്കവും ചെണ്ടമേളങ്ങളും എല്ലാം വെച്ച് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. എല്ലാ പഴയ പ്രസിഡന്റുമാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയണം. രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി മുരളീധരൻ, കുമ്മൻ രാജശേഖരൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. നിരവധി പ്രവർത്തകർ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിയിരുന്നു. മാത്രമല്ല, സുരേഷ് ഗോപി ഈ വിജയം മതേതര ഇന്ത്യയുടെ പ്രതീകമായി നിൽക്കുന്ന തൃശ്ശൂരിലെ എല്ലാ ജനങ്ങൾക്കും, ഏറ്റവും മതേതരായ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഈ വിജയം തനിക്ക് പിന്തുണ നൽകിയ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹം സമർപ്പിക്കുന്നു. മാത്രമല്ല, 830ഓളം ബലിദാനികൾ സംസ്ഥാനത്ത്, അവരുടെ കണ്ണീരും അവരുടെ കുടുംബത്തിന്റെ കണ്ണീരും നാം കണ്ടതാണ്. അവരുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും കൂടിയാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഈ ഒരു MP എന്ന നിലയിൽ തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഇത് ചരിത്ര വിജയമാണെന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. മാത്രമല്ല, കേരളത്തിൽ സർക്കാരിലേക്ക് കടക്കാനുള്ള ഒരു വാതിൽ തുറക്കുവാൻ ഉള്ള ഒരു സാധ്യതയായാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയത്തെ കാണുന്നതെന്നും അദ്ദേഹം പ്രകീർത്തിച്ചു. മാത്രമല്ല, ഇനിയും കൂടുതൽ ഉത്തേജനത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും. 20% വോട്ട് കേരളത്തിൽ നേടുക എന്നുള്ളത് നവാഗതരായ ഒരു മുന്നണിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നേട്ടമായിട്ടും അദ്ദേഹം കാണുന്നതായും K. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സുരേഷ് ഗോപിക്ക് നൽകിയ സ്വീകരണം രാവിലെ മുതൽ തന്നെ ഇവിടെ സ്വീകരണത്തിനായി ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. അണികളും പ്രവർത്തക നേതാക്കളും എല്ലാം ഒഴുകി എത്തിക്കൊണ്ടിരുന്നു. മാത്രമല്ല, വൈകുന്നേരത്തോടെ 6 മണിയോടുകൂടിയാണ് സുരേഷ് ഗോപി എത്തിയതും അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു സ്വീകരണം നൽകിയതും. ഇത് ഒരു തുടക്കമാണ്, വിജയത്തിന്റെ ഒരു തുടക്കമായാണ് BJP കാണുന്നതും എന്ന് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ അക്കൗണ്ട് തുറന്നതിന്റെ ആവേശത്തിമിർപ്പിലാണ് BJP അണികൾ. വിവരങ്ങൾ നൽകിയത് മാരാർജി ഭവനിൽ നിന്നും ചന്തു S. നായർ. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറന്നതോടെ NDAയ്ക്ക് ഇത് ചരിത്ര നിമിഷം.
75,079 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി LDFന്റെ സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത്. സൂപ്പർ സ്റ്റാർ നടനാണ് സുരേഷ് ഗോപി. തൃശൂർ ഇങ്ങെടുക്കുക എന്ന പ്രസ്താവനയിലൂടെ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇരയായി. എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പരിഹാസങ്ങൾക്കുള്ള മധുര മറുപടിയായി അത്. ഒടുവിൽ സുരേഷ് ഗോപി ഇതാ തൃശൂരിനെ എടുത്തിരിക്കുന്നു. മലയാളികളുടെ സൂപ്പർ സ്റ്റാർ നടൻ മാത്രമല്ല, ഇനി ശക്തന്റെ മണ്ണിൽ നിന്നുള്ള ജനനായകൻ കൂടിയാകാൻ പോവുകയാണ് അദ്ദേഹം. 75,079 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി LDFന്റെ സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 4 ലക്ഷത്തിലേറെ വോട്ടുകൾ സ്വന്തമാക്കിയാണ് സുരേഷ് ഗോപി ചരിത്രം കുറിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ 28.19% വോട്ടുമായി 3ാം സ്ഥാനത്തായിരുന്ന അദ്ദേഹത്തിന് NDAയുടെ വോട്ട് വിഹിതം ഇത്തവണ 37.8% ഉയർത്താൻ സാധിച്ചു. 1994 റിലീസായ കമ്മീഷണർ എന്ന സിനിമയുടെ വിജയത്തോടെയാണ് സുരേഷ് ഗോപി മലയാളികളുടെ സൂപ്പർ താര പദവിയിലെത്തുന്നത്. IV ശശിയുടെ അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് നായകനായുള്ള അരങ്ങേറ്റം. മണിച്ചിത്രത്താഴിലെ നകുലൻ, വടക്കൻ വീരഗാഥയിലെ ആരോമൽ, കുലത്തിലെ ഭ്രാന്തൻ ചാന്നാർ, ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി എന്നിവയും എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ്. ചലച്ചിത്ര മേഖലയ്ക്ക് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് സുരേഷ് ഗോപി. മണ്ഡലത്തിലെ വോട്ടർമാരുടെ തീരുമാനങ്ങളും ചിന്തകളും വഴിതിരിച്ചുവിടാൻ ചിലർ ശ്രമിച്ചെങ്കിലും ദൈവം അവരുടെ മനസ്സിനെ തന്നിലേക്ക് കൊണ്ടുവന്നു എന്നായിരുന്നു വിജയത്തിന് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം. അത്രയും വലിയ ആദരവാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ഈ മുന്നോട്ടുള്ള പോക്കിൽ എന്തൊക്കെയാണ് കേരളത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയും ഞാൻ ശ്രമിക്കും. ലോക്സഭയിൽ തൃശൂരിന്റെ കരുത്തുറ്റ ശബ്ദമാകാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നാണ് തൃശൂരിലെ വോട്ടർമാരുടെ ഉറച്ച വിശ്വാസം. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ. സുരേഷ് ഗോപിയുടെ വിജയം കേരള രാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തിന്റെ സൂചനയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തിരുവനന്തപുരം RRG ഭവനിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് ചെയ്യണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന തൃശൂരിലെ ജനങ്ങൾ സ്വീകരിച്ചുവെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ഇതാദ്യമായി കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ളതായിരുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച കാര്യം. നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം വികസനത്തിനായി. വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സർ 50,000 അഡ്വാൻസ്. ഇത്രയും ക്യാഷ് ഞങ്ങൾ എടുത്തില്ല. ഇന്ന് ബാങ്കും തുറക്കില്ല. പരിഹാരമുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് എന്ന ഈസി ഡോസ്. പക്ഷേ പേടിക്കണ്ട, ജാഗ്രത പാലിച്ചാൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഫോണിങ് എടുക്കൂ, ഇതിലേക്ക് ഫോൺ കാണിക്കൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ഇടപാട് നടത്താം. എളുപ്പം, സുരക്ഷിതം, വേഗം. ഞാൻ ഇവരെ ഡിജിറ്റൽ പേയ്മെന്റ് പഠിപ്പിച്ചു. നിങ്ങളോ? കാരണം RBI പറയുന്നു ഡിജിറ്റൽ പേയ്മെന്റ് നടത്തൂ, മറ്റുള്ളവരെയും പഠിപ്പിക്കൂ. വാർത്തകൾ തുടരുന്നു. ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ നാട്ടിലെ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷമാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മിന്നുന്ന ഈ വിജയം. തീർച്ചയായും ഈ വിജയം കൂടുതൽ വിനയാന്വിതരായി UDF പ്രവർത്തന രംഗത്തേക്ക് പോകാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഇത് കൂട്ടായ്മയുടെ വിജയമാണ്, ഐക്യത്തിന്റെ വിജയമാണ്. എല്ലാ UDF പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞു.
ഇന്ത്യ സഖ്യം INDA സഖ്യം വമ്പിച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചതെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമെല്ലാം ഇന്ത്യ സഖ്യം കോൺഗ്രസ് ഉൾപ്പെടെ 200-290 സീറ്റുകൾ ജയിക്കും എന്ന് അവർ നടത്തിയ പ്രഖ്യാപനത്തെ മാധ്യമങ്ങൾ പരിഹസിക്കാനുണ്ടായി. പക്ഷെ ഇപ്പോൾ ഇതുവരെ വന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യം വമ്പിച്ച ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ചിത്രം പൂർണ്ണമാവുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും ഒക്കെ നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ അത് അംഗീകരിച്ചു എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ടാവും. ജനങ്ങളാണ് എല്ലാറ്റിന്റെയും അവസാന വാക്കെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. 370 മുതൽ 430 വരെ സീറ്റ് BJPക്ക് ലഭിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ പരാജയമാണ് അവർക്കുണ്ടായത്. BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യം നല്ല രീതിയിലുള്ള മുന്നേറ്റം സാമാന്യം കൈവരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എങ്കിലും തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF അധികാരത്തിലെത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ വിജയത്തിലേക്ക്. തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. T20 ക്രിക്കറ്റ് ഇപ്പോൾ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും നടക്കുമ്പോൾ സൂപ്പർ ഓവർ ഇവിടെ വന്നു. അതാണ് സംഗതി. അപ്പോൾ സൂപ്പർ ഓവറിന്റെ അവസാനത്തിൽ നമുക്ക് ജയിക്കാൻ മറ്റേ സ്ഥാനാർത്ഥികൾ നല്ലൊരു പോരാട്ടം നടത്തി. ഒരു സംശയമില്ല, ഈ തവണ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ അവസാനത്തിൽ ജനങ്ങൾ, അനന്തപുരത്തെ ജനങ്ങൾ എനിക്ക് ഈ 3 തവണ നൽകിയെന്ന് വിശ്വാസം ഒരു 4ാം തവണയും കൂടി നൽകിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോട് പ്രവർത്തിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളക്കാർക്ക് എല്ലാം ചിന്തിക്കാൻ ചില വിഷയങ്ങളുണ്ട്. BJP ഒരു 3-4 മണ്ഡലത്തിലാണ് അവരുടെ ശ്രദ്ധ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് 2 തൃശ്ശൂരും തിരുവനന്തപുരം തന്നെയായിരുന്നു. തൃശ്ശൂരിൽ അവരുടെ വിജയത്തിന്റെ മാർജിൻ കണ്ടിട്ടാണ് ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തിന്റെ വിജയത്തിനെ അളക്കേണ്ടത്. കാരണം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ LDF റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടു. LDF നേതാക്കൾ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങൾ നൽകുകയാണ് രജു ആർ നായർ. രജു, എന്താണ് സംഭവിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? ആവശ്യപ്പെട്ടത് പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത്. ഏകദേശം 15,000-ഓളം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. LDF നേതാക്കൾ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് റീകൌണ്ടിങ്ങിന് അനുമതി നൽകിയത്. ഏകദേശം ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. LDF സ്ഥാനാർത്ഥി V ജോയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് LDF ഇപ്പോൾ റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്നത്. NDA സ്ഥാനാർത്ഥി V മുരളീധരൻ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയതാണ് LDFും UDFും തമ്മിലുള്ള ഈ നേരിയ ലീഡിന് കാരണം. എന്തായാലും ഫോട്ടോ ഫിനിഷിൽ നിന്നും സൂപ്പർ ഓവറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ കാണാനാകുന്നത്. സജി, നന്ദി രജു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ LDF റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചു എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് LDF റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടത്. LDF സ്ഥാനാർത്ഥി V ജോയ്ക്കെതിരെ 1708 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അടൂർ പ്രകാശിന്റെ വിജയം പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ലീഡ് നില മാറി മറിഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അടൂർ പ്രകാശ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. വിവരങ്ങൾ നൽകിയത് രജു നായർ. പ്രതീക്ഷിച്ച രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ LDFന് കേരളത്തിൽ സാധിച്ചില്ലെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. മുഴുവൻ മലപ്പുറത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും
സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതുന്നത്. എന്നാൽ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടത്. എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഈ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെയുള്ള ഒരു വെല്ലുവിളിയും ഫലം കണ്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ എല്ലാം ലീഗിന് ഗുണം ചെയ്തെന്നാണ് പൊന്നാനിയിലെയും മലപ്പുറത്തെയും ഉജ്ജ്വല വിജയം വ്യക്തമാക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങൾക്ക് മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ്. പൊന്നാനിയിൽ നേരിട്ട് ഞങ്ങളെ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. പൊന്നാനി പല പരീക്ഷണങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷണങ്ങൾ നേരിട്ടുണ്ട്. സമുദായ പ്രത്യേക പരീക്ഷണത്തെ എപ്പോൾ നേരിട്ടു. എന്ത് പരീക്ഷണമായാലും ലീഗ് സമസ്ത തർക്കം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്തും മലബാർ മേഖലയിൽ മിന്നും വിജയമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ നേടിയത്. മലബാറിലെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. മലപ്പുറത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുകയാണ് ഹരികുമാർ. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ വിജയത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായി വിജയം ഡിക്ലെയർ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീർ 3 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ലീഡാണ് നിലനിർത്തി അല്ലെങ്കിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. പൊന്നാനിയിൽ 2 ലക്ഷത്തിൽ പരം 2,33,000 പരം വോട്ടിന്റെ ലീഡ് അബ്ദുസമദ് സമദാനിയും നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഈ 2 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ MP അബ്ദുസമദ് സമദാനി 1,14,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയിരുന്നത്. ഇതേ മണ്ഡലത്തിലാണ് ET മുഹമ്മദ് ബഷീർ 3 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. പൊന്നാനിയിലും ഇതാണ് അവസ്ഥ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,93,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നേടിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ MP അബ്ദുസമദ് സമദാനി 2 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. അതായത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗ് വിജയം കൈവരിച്ചിരിക്കുന്നത്. സമസ്തയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുസ്ലിം ലീഗിനെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വോട്ടെടുപ്പിനെ ബാധിക്കും അല്ലെങ്കിൽ ഫലത്തെ ബാധിക്കുമെന്ന് ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ലീഗിനെതിരെയുള്ള എല്ലാ വെല്ലുവിളികളും ലീഗിന് ഗുണകരമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രതികരിച്ചു. കാരണം ഈ 2 മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 2 മണ്ഡലങ്ങളിലും പ്രകടമായ വിജയം ഇതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത്. ഇത് വാസ്തവം തന്നെയാണ്. സംസ്ഥയുമായി ബന്ധപ്പെട്ട യാതൊരു അഭിപ്രായ വ്യത്യാസവും മുസ്ലിം ലീഗിനെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. സജിദേവി. മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ഹരികുമാർ. ഒരിടവേളയിലേക്ക്. ചേച്ചി ജോലി കിട്ടി. കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്. ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്. നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ? ഇൻസ്റ്റന്റ് ലോണും കിട്ടും. ആദ്യം ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ. പക്ഷേ ചേച്ചി, നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല. ശരി ചേച്ചി, എന്റെ പാർട്ടി, ചേച്ചിയുടെ ബഡ്ജറ്റ്. RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം. വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിൽ UDFന് ലഭിച്ചതെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. കോഴിക്കോട്ടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. ആ വടകരയിലെ ജനങ്ങളെ ഈ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിനു വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും RMPയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി UDFനൊപ്പം പ്രവർത്തിച്ച RMP അടക്കമുള്ള എല്ലാ സഹപ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നതായും ഷാഫി പറമ്പിൽ പറഞ്ഞു.
വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വേദിയായ ലോക്സഭാ മണ്ഡലമായിരുന്നു വടകരയിലേത്. ശക്തരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടിയ വടകരയിൽ UDFന്റെ ഷാഫി പറമ്പിൽ മികച്ച വിജയമാണ് കൈവരിച്ചത്. വടകരയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരണ്യ ചേരുന്നു. ശരണ്യ, സജി, ഞാനിപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി ഇവിടെ വോട്ടേഴ്സിനോട് നന്ദി പറയുന്നതിനായി എത്തിയ വടകര പുതിയ സ്റ്റാൻഡിലാണുള്ളത്. ഇവിടെ വെളിച്ചമൊക്കെ അല്പം കുറവാണ്, എങ്കിൽ കൂടി വളരെ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും എങ്ങനെയാണോ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം എത്തിയത്, അതേ ആവേശത്തോടു കൂടിയാണ് വടകരക്കാരെല്ലാം തന്നെ ഷാഫിയെ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. 1,10,000-ലധികം വോട്ട് വടകര ഷാഫിയെ ജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് വടകര മണ്ഡലത്തിലേത്. അവിടെ എല്ലാത്തിനും ഒരു മറുപടി എന്ന രീതിയിലാണ് വിജയം എന്നാണ് നമ്മുടെ വോട്ടർമാരുടെ അഭിപ്രായം. ഇവിടെ ഒപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വോട്ടിംഗ് തുടങ്ങി, അതായത് ഇവിടെ നമ്മുടെ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ LDFും UDFും മാറി മാറിയാണ് ലീഡ് നിലനിർത്തിയതെങ്കിൽ അതിനുശേഷം എല്ലാ ഘട്ടത്തിലും ഷാഫി പറമ്പിൽ ലീഡ് നിലനിർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി. ഒപ്പം തന്നെ വടകരയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത മുന്നേറ്റം BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും 1,00,000-ലധികം വോട്ടുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ അമിത ആവേശത്തിലാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റും, എനിക്ക് ചുറ്റിലും ഇപ്പോൾ ഒരുപാട് നിരവധി ആളുകളാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. 7 മണിയോട് മൈക്ക് അനൗൺസ്മെന്റുകളും മറ്റും അവസാനിപ്പിക്കണമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ എല്ലാവരും ആവേശത്തിലാണ്. ഷാഫി പറമ്പിൽ കൊയിലാണ്ടിയിൽ നിന്നും പേരാമ്പ്രയിലൂടെ കുറ്റ്യാടി വഴി നാദാപുരം വഴി വടകരയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. സമയപരിമിതി മൂലം അദ്ദേഹം നേരിട്ട് കൊയിലാണ്ടിയിൽ നിന്നും പയ്യോളിയിൽ നിന്നും വടകരയിലേക്ക് എത്തുകയായിരുന്നു. ഈ നാദാപുര മേഖലകളിൽ നിന്നും കുറ്റ്യാടി മേഖലയിൽ നിന്നും ഒക്കെയുള്ള പ്രവർത്തകർ ഇപ്പോൾ വടകരയിലുണ്ട്. സജി, എന്തായാലും അത്യധികം ആവേശത്തിലാണ് വടകരയിലെ ആളുകൾ. അവർക്ക് നന്ദി പറയുന്നതിനായാണ് ഈ വൈകിയ വേളയിലും ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയിരിക്കുന്നത്. ശരി ശരണ്യ, ശക്തമായ പോരാട്ടം വടകരയിൽ UDFന്റെ ഷാഫി പറമ്പിൽ ആണ് വിജയിച്ചത്. അണികളുടെ ഹർഷാരവങ്ങളുടെ ഇടയിൽ നിന്നാണ് നമുക്ക് ശരണ്യ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മാരാർജി ഭവനിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തുകയാണ്. ഒപ്പം തൃശൂരിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ചേരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ജനതാ പാർട്ടി NDA കേരളത്തിൽ നേടിയിരിക്കും. സംസ്ഥാനത്ത് ഇത്രയധികം മുന്നണികളുടെ പേരിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന LDF UDF ധ്രുവീകരണം ശക്തമായിട്ടുള്ള പ്രബലമായ 2 മുന്നണികളോട് ഏറ്റുമുട്ടി നവാഗത മുന്നണിയായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യം 20% വോട്ട് നേടി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കേരളത്തിൽ അത്യുജ്വലമായിട്ടുള്ള പ്രകടനമാണ് നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും കാഴ്ചവെച്ചത്. തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഏതാനും ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി വെറും 15,000 വോട്ടിന് ഇത്രയധികം അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ UDFും LDFും ചേർന്ന് നടത്തിയിട്ടും അദ്ദേഹത്തിന് 15,000 വോട്ടിന്റെ കുറവിൽ മാത്രമാണ് പരാജയപ്പെടുത്താൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രകടനം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച നമ്മുടെ കേന്ദ്രമന്ത്രി മുൻ അധ്യക്ഷൻ ശ്രീ V. മുരളീധരൻജി ആറ്റിങ്ങൽ മണ്ഡലത്തെ ഇതാദ്യമായി തിരുവനന്തപുരം മണ്ഡലത്തിന് തുല്യമായിട്ടുള്ള A+ മണ്ഡലമായിട്ട് മാറ്റിയിരിക്കുന്നു. 15,000 വോട്ടിന്റെ ഡിഫറൻസ് വ്യത്യാസം മാത്രമാണ് ആറ്റിങ്ങലിൽ ഉണ്ടായത്. ആറ്റിങ്ങലിൽ ഇതാദ്യമായിട്ട് 2 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. ആലപ്പുഴയിൽ മത്സരിച്ച നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം അവിടെ നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ആയാലും പാലക്കാട് കൃഷ്ണകുമാർ ആയാലും മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ശ്രീ സുരേഷ് ഗോപിയിലൂടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ വലിയ മുന്നേറ്റത്തിനുള്ള തറക്കല്ലിട്ട് കഴിഞ്ഞിരിക്കുക. BJP ഒരു ഇത്രയും വലിയ കേരളത്തിന്റെ രാഷ്ട്രീയ പരിവർത്തനത്തിന് ഇനി കെട്ടിപ്പൊക്കാനുള്ള വലിയ പടവുകൾ കടന്നു കയറാനുള്ള ഒരു തറക്കല്ലാണ് ശ്രീ സുരേഷ് ഗോപിയിലൂടെ ഇവിടെ പാകിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് അതിനെ മുന്നോട്ട്
BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാരാർജി ഭവനിൽ വാർത്താസമ്മേളനം നടത്തുകയാണ്. ഒപ്പം തൃശൂരിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ചേരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. കോൺഗ്രസും INDA സഖ്യവും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഉജ്ജ്വലമായ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് ജയം. സിറ്റിംഗ് MPയായ MM ആരിഫിനെ 63,513 വോട്ടുകൾക്കാണ് വേണുഗോപാൽ പരാജയപ്പെടുത്തിയത്. ആലപ്പുഴയിൽ നിന്നും മറ്റ് വിവരങ്ങളുമായി രവികുമാർ ചേരുകയാണ് നമ്മോടൊപ്പം. പറഞ്ഞോളൂ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആലപ്പുഴയിൽ UDFന്റെ കണക്ക് കൂട്ടുകൾക്ക് അപ്പുറമുള്ള ഒരു വിജയം നേടാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. UDFന്റെ കണക്കുകൂട്ടൽ 50,000-ൽ പരം ഭൂരിപക്ഷം KCക്ക് കിട്ടുമെന്നായിരുന്നു. എന്നാൽ അതിനുമപ്പുറം 63,000 കടക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. LDFന്റെ കോട്ടകൾ തകർത്താണ് KC വേണുഗോപാൽ മിന്നുന്ന പ്രകടനം കാഴ്ചത്. അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും KCക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധിച്ചു. അതോടൊപ്പം LDFന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ചേർത്തലയിൽ പോലും KCക്ക് 1ാം സ്ഥാനം ലഭിച്ചു. എന്തായാലും KCയുടെ വിജയം കോൺഗ്രസിൽ മാത്രമല്ല CPM-ലും LDF-ലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. വോട്ട് ചോർച്ചയെ ചൊല്ലിയുള്ള ചർച്ച ആലപ്പുഴയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സജി ദേവി. ശരി രവികുമാർ, പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വിജയമാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നേടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് രവികുമാർ. ഇടുക്കിയിൽ 1,33,727 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഡീൻ കുര്യാക്കോസിന് ജയം. ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ് ആന്റണി മുനിയറ. ജില്ലയിലെ UDF ക്യാമ്പുകൾ ആഹ്ലാദ തിമിർപ്പിലാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് 1,33,277 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദ തരംഗങ്ങളാണ് ഗ്രാമങ്ങളിൽ ഇപ്പോൾ അലയടിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് 4,31,373 വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജ് 2,98,096 വോട്ടുകളാണ് നേടിയത്. NDA സ്ഥാനാർത്ഥി 91,229 വോട്ടുകളും നേടി മുൻകാലത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇടുക്കി ജില്ലയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ സമതല മേഖലകളായിട്ടുള്ള മൂവാറ്റുപുഴയും കോതമംഗലും ഉൾപ്പെട്ട വിശാലമായ പാർലമെന്റ് മണ്ഡലത്തിൽ LDFും UDFും NDAയും അതിവിപുലമായ പ്രചാരണ പരിപാടികളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കിക്കണ്ടത്. എന്നാൽ UDF കോട്ട തിരിച്ചു പിടിച്ചു. അടുത്ത തവണയും 2ാം തവണയും MP സ്ഥാനത്തേക്ക് ഡീൻ കുര്യാക്കോസ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ആഹ്ലാദത്തിലാണ്. ജില്ലയിലെമ്പാടും ആഹ്ലാദ തരംഗങ്ങൾ പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ റാലികൾ നടത്തിയും ഡീൻ കുര്യാക്കോസ് MPയെ ഗ്രാമങ്ങളിലേക്ക് ആനയിച്ചും ആഹ്ലാദപരമായിട്ടുള്ള സ്വീകരണമാണ് ജില്ലയിലെമ്പാടും ഗ്രാമങ്ങളിൽ നടക്കുന്നത്. സജി ദേവി. ശരി ആന്റണി. ഇടുക്കിയിൽ 1,33,727 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് വിജയിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി മുനിയറ. അഭിമാനകരമായ വിജയമാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചതെന്ന് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. പത്തനംതിട്ടയിൽ നിന്നും ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ മത്സരത്തിൽ പ്രതിസന്ധിയിൽ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പ്രത്യേക നന്ദി. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. വീണ്ടും ഇടവേളയിലേക്ക്. വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ. ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം. റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി. ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി. നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും. അപ്പൊ ശരിയായ നമ്പർ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും. ചേച്ചി എന്നെ രക്ഷിച്ചു. പണിയിൽ നിന്നല്ല, ചെയ്തോളാം. RBI പറയുന്നു, ശരിയായ സാമ്പത്തികം ജീവിതം സുരക്ഷിതം. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പൊതുജന അഭിപ്രായം വിനയപൂർവ്വം സ്വീകരിക്കുന്നതായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ये उनकी राजनीतिक और नैतिक हार है
जो व्यक्ति बार बार अपने नाम से ही हर जगह वोट मांगते थे, उनकी ये बहुत बड़ी हार है और नैतिक दृष्टि से ये तो उनको बहुत बड़ा नुकसान हुआ है। आप जानते हैं कि कांग्रेस पार्टी और हमारे इंडिया गठबंधन से बहुत ഇത്തവണ രാജ്യത്തെ ജനങ്ങൾ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ധാർമ്മികമായും രാഷ്ട്രീയമായും ബിജെപിക്കുണ്ടായ വലിയ പരാജയമാണിത്. INDA സഖ്യം പ്രതികൂലമായ അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിയുടെ വൻ മുന്നേറ്റം. ബിജെഡിക്കും 24 വർഷം മുഖ്യമന്ത്രി പദത്തിലിരുന്ന നവീൻ പട്നായിക്കിനും കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഒഡീഷയിൽ 24 വർഷം മുഖ്യമന്ത്രി പദത്തിലിരുന്ന നവീൻ പട്നായിക്കിന് ഇരട്ട തിരിച്ചടിയായാണ് ഈ തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJDയെ തകർത്ത് വൻ മുന്നേറ്റമാണ് BJP നടത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയെ മാത്രം മുൻനിർത്തിയായിരുന്നു BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ജനവിധിക്ക്. സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണിത്. സഖ്യത്തിലില്ലെങ്കിലും നിരവധി തവണ പാർലമെന്റിൽ BJD NDAയിൽ ചേരുന്നതിനുള്ള ചർച്ചകൾ നടത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നിരുന്നാലും ചർച്ചകൾ ഒടുവിൽ പരാജയപ്പെടുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജൂൺ 10 ഒഡീഷയിൽ BJP മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം ദീർഘവീക്ഷണത്തോടെ ഉള്ളതായിരുന്നു. എന്നാൽ പ്രസ്താവനയെ BJD പരിഹസിച്ച് തള്ളുകയായിരുന്നു. 2000 മുതൽ ഒഡീഷയുടെ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് 6ാം തവണയാണ് ജനവിധി തേടിയത്. 2019 ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 147 നിയമസഭാ സീറ്റുകളിൽ 112 സീറ്റുകൾ നേടി BJD മികച്ച ഭൂരിപക്ഷം നേടിയിരുന്നു. 23 സീറ്റുകളിലായിരുന്നു BJPയുടെ ജയം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJD 12 സീറ്റുകൾ നേടിയപ്പോൾ BJP 8 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചത്. രത്ന ഭണ്ഡറിന്റെ താക്കോൽ കാണാതായത്, ശ്രീമന്ദിരത്തിന്റെ 4 ഗേറ്റുകളും തുറക്കണമെന്ന ആവശ്യം, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മറച്ചുവെച്ചത്, ഖനന ചിട്ടി ഫണ്ട് അഴിമതിയിലെ നിഷ്ക്രിയത്വം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു BJD സർക്കാരിനെതിരെയുള്ള BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. BJDക്കിത് ഇരട്ട തിരിച്ചടിയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം BJPക്ക് ഒഡീഷയിൽ ഒരു പുതിയ ഉദയമാണ്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ ഒതുങ്ങിയ തെലുങ്കുദേശം പാർട്ടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ സകലരെയും ഞെട്ടിച്ച് സംഖ്യാബലത്തിൽ ഒന്നാമതായി. അവിശ്വസനീയമായ ഉയിർത്തെഴുന്നേൽപ്പ് നടത്തി ചന്ദ്രബാബു നായിഡു തിരിച്ചെത്തിയപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയും സ്വന്തം സഹോദരി YS ശർമിളയും നിലം പരിശായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച മുന്നേറ്റമാണ് തെലുങ്കുദേശം പാർട്ടി നടത്തിയത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് വീണ്ടും ശക്തനായ പ്രാദേശിക നേതാവായി ഉയർന്നു വന്നിരിക്കുന്നു. സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ നിർണായക സീറ്റുകൾ നേടി INDA സഖ്യത്തിന് ഊർജ്ജമേകാൻ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചു. മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും മറികടക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSPയുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായി UPയിൽ 80-ൽ 37 സീറ്റുകളിലും മത്സരിച്ച SPക്ക് 5 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. അന്ന് BSP 10 സീറ്റുകളും നേടി. 2019 സഖ്യം ഗുണം ചെയ്തില്ല എന്നതാണ് സമാജ്വാദി പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇത്തവണ കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെട്ട സമാജ്വാദി പാർട്ടി 63 സീറ്റിലാണ് മത്സരിച്ചത്. കോൺഗ്രസ് 17 സീറ്റിലും ജനവിധി തേടി. പുതിയ സഖ്യം SPയുടെ തിരിച്ചുവരവിനുള്ള പുതിയ വഴി തുറന്നിരിക്കുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. UPയിൽ യാദവരും മുസ്ലിങ്ങളും അടങ്ങുന്നതാണ് SPയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക്. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി നിരന്തര പരാജയമേറ്റതോടെ PDA അല്ലെങ്കിൽ പിച്ച് ഡേ ദലിത് അൽപസംഖ്യക് എന്ന ഒരു പുതിയ മുദ്രാവാക്യം സൃഷ്ടിച്ചായിരുന്നു അഖിലേഷിന്റെ ഇത്തവണത്തെ തന്ത്രം. PDA എന്ന ചുരുക്കെഴുത്ത് 2023 ജൂണിലാണ് അഖിലേഷ് ആദ്യമായി ഉപയോഗിച്ചത്. 5 SP ടിക്കറ്റുകൾ യാദവുകൾക്ക് ലഭിച്ചപ്പോൾ ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ് മറ്റു OBCകളിൽ നിന്നുള്ള 27 സ്ഥാനാർത്ഥികളെയും 11 ഉയർന്ന ജാതിക്കാരെയും 4 മുസ്ലിങ്ങളെയും മത്സരിപ്പിച്ചത്.
പട്ടികജാതി സംവരണ സീറ്റുകളിൽ 15 ദളിത് സ്ഥാനാർത്ഥികളെയും നിർത്തി. ഭൂരിപക്ഷം പിന്നാക്കക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി SP-യുടെ PDA ആശയത്തെ പിന്തുണയ്ക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഖിലേഷ് തന്നെ പറഞ്ഞിരുന്നു. തന്റെ പൊതുയോഗങ്ങളിൽ UP-യിൽ ജാതി സർവേ ആവശ്യപ്പെട്ടതും ഇതിന്റെ ഭാഗമാണ്. സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവിനൊപ്പം അഖിലേഷ് യാദവ് എന്ന പ്രാദേശിക നേതാവിന്റെ ഉയർച്ചയ്ക്കുമാണ് ഉത്തർപ്രദേശിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിപ്പിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 293 സീറ്റുമായി NDA കേവല ഭൂരിപക്ഷം കടന്നു. INDA മുന്നണിക്ക് 232 സീറ്റിൽ മുൻതൂക്കം. ദക്ഷിണേന്ത്യയിൽ ഇത്തവണയും BJPക്ക് വൻ നേട്ടമില്ല. സംസ്ഥാനത്ത് സുരേഷ് ഗോപിയിലൂടെ BJP ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു. ചരിത്രം കുറിച്ച് തൃശൂർ. K. മുരളീധരൻ 3ാം സ്ഥാനത്ത്. ലീഡുകൾ മാറിമറിഞ്ഞ തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയത്തിലേക്ക്. ആറ്റിങ്ങലിലെ ക്ലൈമാക്സ് അവസാന നിമിഷവും തുടരുന്നു. വിജയമുറപ്പിച്ച അടൂർ പ്രകാശിന്റെ ലീഡ് നില കുറഞ്ഞു. പോസ്റ്റൽ വോട്ടുകളിൽ റീകൌണ്ടിംഗ്. ജനങ്ങളാണ് എല്ലാറ്റിന്റെയും അവസാന വാക്കെന്ന് CPIM. തൃശൂരിലെ വിജയം കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ സൂചനയെന്ന BJP. സംസ്ഥാന ഗവൺമെന്റിനെതിരായ ശക്തമായ പ്രതിഷേധമെന്ന് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പൊതുജനാഭിപ്രായം വിനയപൂർവ്വം സ്വീകരിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ധാർമ്മികമായും രാഷ്ട്രീയമായും BJPക്ക് വൻ പരാജയമേറ്റതായും ഖാർഗെ. ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടി സകലരെയും ഞെട്ടിച്ച് സംഖ്യാബലത്തിൽ ഒന്നാമൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് മുന്നേറ്റം. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ 9 മണിക്ക് ഉണ്ടാവും. ഇപ്പോൾ ചർച്ചാ പരിപാടി ജനവിധി 2024 തുടർന്ന് കാണാം. നമസ്കാരം.